ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുദീപ് ഫ്രാങ്കിൾ എന്നാണ്. നാട്ടിൽ നിന്ന് ട്രിവാൻഡ്രം എന്നാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ജർമ്മനിയിൽ കറൻ്റ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുവാണ്. 6 months ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് ചെയ്യാൻ കാരണം എന്നോട് ഒരുപാട് ജൂനിയേഴ്സ് ഇങ്ങനെ മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേട്ടാ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എന്തൊക്കെ ചെയ്തിട്ടാണ്, അതായത് എങ്ങനെയായിരുന്നു ചെയ്യേണ്ട പ്രിപ്പറേഷൻ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഇവിടെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ ശരിക്കും പറഞ്ഞ ടൈമില്ല, കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സീരീസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, അതായത് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് അടുത്ത് വരുന്ന ഒരു ടൈമാണ്. സെപ്റ്റംബർ ഇന്ത്യക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോഴേ നമ്മൾ VFSൽ കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്യണം, വിസ നമുക്ക് റെഡിയാക്കണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പറഞ്ഞു തരാൻ അങ്ങനെ ആരും ഇല്ലായിരുന്നു. സോ അതായത് ഇനി നാട്ടിൽ നിന്ന് കയറുന്ന ഒരുപാട് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരും. അപ്പോൾ അതിലോട്ട് പോവാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് വിസ എങ്ങനെയാണ്, ഒരു വിസ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് സ്ലോട്ട് ബുക്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അപ്പോയിൻമെൻറ്റ് VFSൻ്റെ ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മുടെ പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്ത് പുതിയൊരു അപ്പോയിൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. അപ്പോഴത്തേക്കും നമുക്കവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ സെൻറ്റർ, ഞാനിപ്പോൾ ഇവിടെ കൊച്ചിനാണ് കൊടുത്തിരിക്കുന്നത്, നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാംഗ്ലൂർ ഓർ കൊച്ചിൻ എവിടെ വേണമെങ്കിലും എടുക്കാം. ദെൻ ഇവിടെ അപ്പോയിൻമെൻറ്റ് കാറ്റഗറിയിൽ നാഷണൽ വിസ, സ്റ്റേ മോർ ദാൻ 90 days എംപ്ലോയ്മെൻറ്റ്, ഹൗസ് ബിൽഡിങ്ങിന് പോകുന്ന എല്ലാവരും ഈ ഒരു കാറ്റഗറിയിലാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഹൗസ് ബിൽഡിങ്ങിൻ്റെ സബ് കാറ്റഗറി എന്ന് പറയുന്നത് ബേസിക് ഓർ അഡ്വാൻസ്ഡ് ഇൻ കമ്പനി ഓർ സ്കൂൾ ബേസ്ഡ് വൊക്കേഷണലി ട്രെയിനിങ്, അതായത് ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇപ്പോൾ താഴെ ഇങ്ങനെ സ്ലോട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കും, പക്ഷേ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മളത് കണ്ടിന്യൂ കൊടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം, പാസ്പോർട്ടിലുള്ള പോലത്തെ ഡീറ്റെയിൽസ് കൊടുക്കണം. ആ ഡീറ്റെയിൽസൊക്കെ എടുത്ത് അത് ഓക്കെ ആയാൽ മാത്രമേ ബുക്ക് അപ്പോയിൻമെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഓക്കെ കൊടുത്തപ്പോഴത്തേക്കും ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ തന്നെ വരുന്നതാണ്. നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. അവിടെ ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആയാൽ മാത്രമേ സെക്കൻഡ് സ്റ്റെപ്പ് ഓക്കെ ആകത്തുള്ളൂ. അപ്പോൾ ഇവിടെ യുവർ ഡീറ്റെയിൽസിൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് പാസ്പോർട്ടിലെ ഫോട്ടോ പേജിൽ, പാസ്പോർട്ടിലെ ഡീറ്റെയിൽസ് പേജിലുള്ള അതേ ഡീറ്റെയിൽസ് തന്നെ കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. അതുമായിട്ട് മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ, പാസ്പോർട്ടിലെ ഡീറ്റെയിൽസ് മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. അതുകൊണ്ട് പാസ്പോർട്ടിലുള്ളതുപോലെ തന്നെ നോക്കി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. നമ്മുടെ നെയിം, ജെൻഡർ എല്ലാം, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി ഇന്ത്യൻ ആണ്, പാസ്പോർട്ട് നമ്പർ, എക്സ്പയറി ഡേറ്റ്, അഡ്രസ് ലൈൻ, സിറ്റി, പോസ്റ്റൽ കോഡ്, ഇതെല്ലാം കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ സേവ് കൊടുത്തു. ഇവിടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല, കാരണം എൻ്റെ പാസ്പോർട്ട് വെച്ചിട്ട് ഒരെണ്ണം ഓൾറെഡി അവിടെ സേവ്ഡ് ആണ്. അപ്പോൾ ഇനി അത് എടുക്കാൻ പറ്റില്ല. സോ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ പാസ്പോർട്ടിലെ സെയിം എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടെ റീചെക്ക് ചെയ്യുക, എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, അതായത് ബുക്ക് അപ്പോയിൻമെൻറ്റ് വരും. അവിടെ നമുക്ക് അവൈലബിൾ ഡേറ്റ്സ് കാണിക്കും. ആ ഡേറ്റ്സ് നമുക്ക് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് അതിൽ ടൈം ഉണ്ടാവും, ടൈമും നമുക്ക് എടുക്കാം. കൂടെ നമ്മുടെ ടൈമും ഡേറ്റും സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളരെ ഫ്യൂ ഡേറ്റ്സ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്, കാരണം ഇപ്പോൾ ഭയങ്കര റഷാണ്. അപ്പോൾ അവൈലബിൾ ഡേറ്റും അടുത്തുള്ള ഡേറ്റ് തന്നെ എടുക്കാൻ നോക്കുക, കാരണം ഓരോ മിനിറ്റിലും സ്ലോട്ട് ബുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡേറ്റ് എടുക്കുക, ഡേറ്റും ടൈം എടുക്കുക. അത് കഴിഞ്ഞ് ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പിലോട്ട് പോകും, സർവീസസ്. അവിടെ നമുക്ക് പ്രീമിയം, പിന്നെ കൊറിയർ ചാർജ്, അങ്ങനെയൊക്കെ എക്സ്ട്രാ ക്യാഷാണ്. അപ്പോൾ അതിൻ്റെ അവിടെ നമുക്കത് ഏതാണോ നമുക്ക് ആവശ്യമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട, അത് നിർബന്ധമില്ല. അവിടെ നമുക്ക് പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും, ഓഫ്ലൈനായിട്ടും ചെയ്യാൻ പറ്റും. ഓൺലൈൻ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ബെറ്റർ. അതിൻ്റെ പേയ്മെൻറ്റ് സ്ലിപ്പൊക്കെ നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ റിവ്യൂ, 5th സ്റ്റെപ്പ് റിവ്യൂ. നമ്മൾ ഈ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം റിവ്യൂ ആയിട്ട് കിടക്കും. നമുക്കത് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ പേയ്മെൻറ്റ്, ലാസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ UPI ID വെച്ചോ GPay ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, സ്കാൻ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ UPI ID കൊടുത്തും ചെയ്യാം. അങ്ങനെ
സ്ലോട്ട് ബുക്കാവും. ഗായ്സ്, എങ്ങനെയാണ് സെൽഫായിട്ട് നിങ്ങൾക്ക് VFSലോട്ട് ഒരു സ്ലോട്ട് എടുക്കേണ്ടെന്നൊരു ഐഡിയ കിട്ടിക്കാണും. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതായത് ബുക്കിംഗ് എല്ലാം കഴിഞ്ഞ് സ്ലോട്ട് ഒരു ഡേറ്റ് കിട്ടി. അപ്പോൾ ഡേറ്റ് കിട്ടി നമ്മളവിടെ നമ്മുടെ അപ്പോയിൻമെൻറ്റിലേക്ക് നമ്മളവിടെ ചെല്ലുകയാണ്. ഞാൻ പറയുന്നത് കൊച്ചിയിലത്തെ കാര്യമാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് അപ്പോയിൻമെൻറ്റ് ടൈം എന്ന് പറയുമ്പോൾ 10:30 എൻ്റെ ടൈം. പക്ഷേ ഞാനവിടെ 9:30 എത്തി. പ്രീമിയം എടുത്തുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് വന്ന ടൈമിൽ തന്നെ കയറി പോവാം. പുറത്ത് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ തന്നെ വെയിറ്റ് ചെയ്യാണ്ട് കയറിപ്പോയി. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു പ്രീമിയം എടുക്കാൻ. കാരണം ഒരു 2000-3000 കണ്ട എക്സ്ട്രാ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടും അത് നല്ലതാണ്. എൻ്റെ പ്രൊസീജിയേഴ്സ് എനിക്കൊരു 2.5-3 മണിക്കൂറിൽ തീർക്കാൻ പറ്റി. അപ്പോൾ പ്രീമിയം എടുക്കാൻ നോക്കുക മാക്സിമം എല്ലാവരും. അല്ലാതെ നോർമലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾക്ക് 10:30 പറഞ്ഞെങ്കിൽ 10:30 നിങ്ങൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതിന് മുന്നേ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. സെക്യൂരിറ്റീസ് അത് ചെക്ക് ചെയ്യും. അവിടെ കയറി കഴിഞ്ഞാൽ ആദ്യം നമ്മളിങ്ങനെ അവരോട് പറയാം നമ്മൾ പ്രീമിയം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മളെ കടത്തി വിടും. എന്നിട്ട് നമുക്ക് ഫുൾ ബോഡി ചെക്കപ്പ് കാണും. അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പ്രീമിയം ആണെങ്കിൽ നമുക്കൊരു കോച്ച് പോലൊരു സംഭവം കാണും. അവിടെ അവർ ഒരാൾ കൊണ്ടുപോകും. എന്നിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം. അപ്പോൾ അവർ നമുക്ക് ഡ്രിങ്ക്സും മറ്റു കാര്യങ്ങളും കൊണ്ടുവരും. ഒരുപാടൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയാം, നിങ്ങൾ പ്രീമിയത്തിന് എന്താണ് കാശടച്ചതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. അത് മേടിച്ച് കുടിക്കുക. നിങ്ങൾ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്നതായിരിക്കും. പക്ഷേ എന്നാലും ഒരു ടെൻഷനും ഇല്ല, നമ്മൾ കാശടച്ചതാണ്. അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. തരുന്നത് വാങ്ങി കുടിക്കുക. എന്നിട്ട് പേര് വിളിക്കും. അപ്പോൾ നമ്മളവിടെ പോവുക. ഇതിൽ ഗായ്സ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അതായത് ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഇത് ഇൻ്റർവ്യൂ കാര്യമോ അല്ല. അതായത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യുകയാണ്. അവരൊരു ചോദ്യവും ചോദിക്കില്ല. നിങ്ങളൊരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്. അതായത് നമ്മളവിടെ പോയി ആവശ്യമില്ലാതെ പേടിച്ച് വിറച്ചിരിക്കുമ്പോൾ എന്തുവാ പറയുക, നമ്മൾ തന്നെ ഒരുപാട് കാര്യം കുഴപ്പമാക്കും. അപ്പോൾ എന്തിനാണ് വെറുതെ പേടിച്ച് ടെൻഷൻ അടിച്ച്, അതായത് ഒന്നുമില്ല ഗൈസ്. കാരണം ഒരു ജസ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അത്ര മാത്രമേ നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. അപ്പോൾ അവർ പേര് വിളിക്കും, നമ്മളങ്ങോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, ഇതാണ് വളരെ മെയിനായിട്ടുള്ള കാര്യം. ഡോക്യുമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക, എല്ലാം എടുത്തിട്ടുണ്ടോ എന്ന്. കാരണം ഒരെണ്ണമെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മാക്സിമം എല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്തിട്ടുണ്ടോ എന്ന് 2-3 തവണ വെരിഫൈ ചെയ്യുക. പ്രത്യേകിച്ച് കോപ്പീസ് എനിക്ക് തോന്നുന്നു പ്രീമിയം ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോപ്പീസ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവരെ നമ്മൾ അസിസ്റ്റ് ചെയ്യും. ചിലപ്പോൾ അവിടെ കോപ്പീസ് നമുക്ക് അവിടുന്ന് എടുത്തു തരും. പക്ഷേ നോർമലായിട്ട് എടുത്തരാണെങ്കിൽ അവർക്ക് പുറത്തു പോയി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ പുറത്തുനിന്നൊക്കെ കോപ്പീസ് എടുക്കുകയാണെങ്കിൽ ഭയങ്കര റേറ്റാണ്. അതായത് VFSന് അടുത്തൊരെണ്ണമുണ്ട് കോപ്പി എടുക്കുന്ന സെൻറ്റർ. അവിടെ ഭയങ്കര റേറ്റാണ്. മാക്സിമം വീട്ടിൽ നിന്നൊക്കെ തന്നെ കൊണ്ടുവരിക. പ്രീമിയം എടുത്തുവരാൻ എന്നാലും പോലും വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ നോക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യും. അവർ മെയിനായിട്ട് നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, അതായത് ഞാൻ വെച്ചത് എൻ്റെ സ്കൂളാണ്. കാരണം അതാണ് എൻ്റെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. പിന്നെ എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്. അതിനുശേഷം പിന്നെ നമ്മുടെ ബയോമെട്രിക് ഫോട്ടോ എന്ന് പറയുമ്പോൾ അത് സ്റ്റുഡിയോയിൽ പോയി കാണിക്കുക. അവരോട് പറയുക ബയോമെട്രിക് ഫോട്ടോ ആണെന്ന്. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഫോട്ടോ ആണ്. അതായത് അത് നമ്മുടെ പാസ്പോർട്ട്, അത് അവർക്കറിയാം. നിങ്ങൾ പറഞ്ഞാൽ മതി. നോർമൽ ഫോട്ടോ അല്ല, അതൊരു പ്രത്യേകതരം ഫോട്ടോസാണ്. അത് പ്രീമിയം എടുത്തവർക്ക് അത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് VFSനകത്ത് തന്നെ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. പ്രീമിയം എടുത്തവർക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ വേറെ സെൻറ്ററിലോട്ട് വിടും, നമ്മുടെ ബില്ലൊക്കെ അടയ്ക്കാനുള്ള. അപ്പോൾ നമ്മുടെ ബില്ല് എനിക്ക് വന്നതൊരു 11,000 സംതിങ് ആയി. അപ്പോൾ അത് ഞാൻ അവിടെ അടച്ചു. അതിനുശേഷം പിന്നെ നമ്മളെ വേറൊരു റൂമിലോട്ട് വിടും. നമ്മൾ ബയോമെട്രിക്സ് എടുക്കാൻ വേണ്ടി വിടും. അപ്പോൾ
അപ്പോൾ അവിടെ നമ്മൾ ഒരു ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 1 hour വെയിറ്റ് ചെയ്തു. കാരണം എനിക്ക് മുന്നേ ഒരുപാട് പേര് ബയോമെട്രിക്സ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു 3 സെൻറ്റർ കണ്ടേ ഉള്ളൂ. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നോക്കുക. കാരണം അവിടെ ബയോമെട്രിക്സ് ഒരു സെക്ഷനാണ്. അവിടെ നെതർലാൻഡ്, ഫ്രാൻസ്, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ജർമ്മനി, ഞാൻ ജർമ്മനാണ്, അപ്പോൾ ജർമ്മനിലോട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ജർമ്മനിയുടെ ആ ഒരു അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കാൻ നോക്കുക, സെക്ഷൻ്റെ അടുത്ത് തന്നെ, ആ റൂമിൻ്റെ അടുത്ത് തന്നെ ഇരിക്കാൻ നോക്കുക. അപ്പോൾ അവർ നമ്മുടെ പേര് വിളിക്കും, അത് നമ്മൾ നോക്കിയിരിക്കുക. പേരെങ്ങാനും മിസ്സായി കഴിഞ്ഞാൽ അവർ അടുത്ത പേര് വിളിക്കും. പിന്നെ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ മാക്സിമം അതിനടുത്ത് തന്നെ ഇരിക്കുക. അവിടെ അടുത്തുള്ളവരോട് ചോദിക്കുക ഏതാണ് ജർമ്മനിയുടെ ആ ഒരു സെക്ഷൻ എന്ന്. ആ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി കാണും. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിരിക്കുക. അവർ പേര് വിളിച്ചു കഴിഞ്ഞാൽ അകത്തോട്ട് പോവുക. നമ്മുടെ ഫിംഗർ സ്കാനിങ്, മറ്റു കാര്യങ്ങളുണ്ട്. അതായത് ജസ്റ്റ് ഒരു ബയോമെട്രിക് ചെക്കപ്പ് പോലെ, ചെക്കപ്പല്ല, ബയോമെട്രിക്സ് വെരിഫിക്കേഷൻ പോലെ. നമ്മുടെ ഫിംഗർ ടിപ്പ്, ഇത് കാര്യങ്ങൾ, നമ്മുടെ കണ്ണ് എല്ലാവരും ചെക്ക് ചെയ്യും. അതിലൊന്നുമില്ല, നമ്മൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ജസ്റ്റ് ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ പ്രൊസീജിയേഴ്സ് നിങ്ങൾ കഴിഞ്ഞു. അവർ നിങ്ങളെ പാസ്പോർട്ട്, പിന്നെ എൻ്റെ SSLC സർട്ടിഫിക്കറ്റ് മേടിച്ചു ഒറിജിനൽ. കാരണം പോസ്റ്റായിട്ട് വരും, അതാണ് വരുന്നത്. പിന്നെ നമ്മുടെ ആ പാസ്പോർട്ടിനകത്തായിരിക്കും വിസ വരുന്നത്. അതുകൊണ്ട് അവരത് രണ്ടും മേടിക്കും, എന്നിട്ട് അവർ പോസ്റ്റ് വഴി അയക്കും. ഇപ്പോൾ റിജക്ഷൻ ആണോ അല്ലെങ്കിൽ അത് അപ്രൂവ്ഡ് ആണോ എന്ന് അതിലറിയാൻ പറ്റും. അപ്രൂവ്ഡ് ആണെങ്കിൽ ആ ഒരു പേപ്പറിനകത്ത്, അതായത് പാസ്പോർട്ടിനകത്ത് നമ്മുടെ ഒരു വിസ കാണും. ഞാൻ ഈ ഒരു അപ്രൂവൽ പോസ്റ്റ് വരാൻ വേണ്ടി എനിക്ക് ശരിക്കും പറഞ്ഞാൽ 1 month എടുത്തു. ടൈം എടുക്കും. കാരണം ഇന്ത്യക്ക് അടുത്തുള്ളൊരു ടൈമാണെങ്കിൽ ഒരുപാട് പേരുടെ വിസ പ്രോസസ്സിങ് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഇത്. എംബസി പോയി അവരെ അപ്രൂവ് ചെയ്യണം, എന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് നമ്മുടെ പോസ്റ്റിലോട്ട് വരണം. അപ്പോൾ അതിനൊക്കെ ടൈം എടുക്കും. നിങ്ങൾ പേടിക്കരുത് ഒരു കാരണവശാലും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാം. സുധീർ ഫ്രാങ്കിൾ എന്നാണ് പേര്. അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കേണ്ടതെന്ന് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ പറഞ്ഞു തരാം. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ ഇത് ഞാനൊരു സീരീസ് പോലെ ചെയ്യുന്നുണ്ടാവും. അടുത്തത് ഇപ്പോൾ നിങ്ങൾക്ക് ജർമ്മനിലോട്ട് എങ്ങനെയൊക്കെ വരാം, ലാംഗ്വേജ് ഇഷ്യൂസ്, ഇവിടുത്തെ ഡൗട്ട്സ്, കാര്യങ്ങളെല്ലാം ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓരോ സീരീസ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇനിയും ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും, ഒരുപാട് സീരീസ് ആയിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.